പ്രൈസ് ദി ലോർഡ്. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹലോ ഹോപ്പ് സിസ്റ്റേഴ്സ് ടെലകാസ്റ്റ് 162 പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൊളോസ്യർ 3:16 ഇങ്ങനെ പറയുന്നു: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. സ്തോത്രം. ഈ ലോക്ക്ഡൌൺ കാലത്തും ദൈവവചനം ധാരാളമായി ലഭിക്കാൻ ഹലോ ഹോപ്പിനെ ദൈവം ധാരാളം ഉപയോഗിക്കുന്നല്ലോ. അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ടീമിനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തനങ്ങളെ ദൈവം ഇനിയും മാനിക്കട്ടെ. അനേകം ഹൃദയങ്ങൾക്ക് ആശ്വാസം ആകട്ടെ. ഇന്നത്തെ നമ്മുടെ കാര്യപരിപാടികൾ ദൈവവചനവുമായി നമ്മളുടെ മുൻപിൽ വരുന്നത് സിസ്റ്റർ ജയാമോൾ രാജുവാണ്. തുടർന്ന് പൈതൽ അക്സ യാക്കൂബ് അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം ആലപിക്കുന്നു. 119 സങ്കീർത്തനം 176 വചനങ്ങൾ മനഃപ്പാഠമായി അവതരിപ്പിക്കുന്നത് യഥാനിയ ആൻഡ് സാമൽ. അതിന്റെ ജഡ്ജസ് ബഹുമാനപ്പെട്ട പാസ്റ്റർ ബാബു അബ്രഹാം, ബ്രദർ ചാൾസ് വർഗീസ്, ബ്രദർ ഷാൽവി ജോർജ് എന്നിവരും നമ്മോടൊപ്പമുണ്ട്. തുടർന്ന് പൈതൽ പെർസിസ് ബിജു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിക്കുന്നു. സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ, അനുഗ്രഹിച്ച കർത്താവെ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ഈ പരിപാടികളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. സ്തോത്രം. കർത്താവെ, അവിടുത്തെ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് കാണുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവർക്കും ദൈവം അതൊരു വിടുതലിനായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദി. അത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹലോ ഹോപ്പ് മിനിസ്ട്രീസ് ചെയ്തു വരുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വ്യത്യസ്ത ഇടങ്ങളിൽ എന്നെ ശ്രവിച്ചുകൊണ്ടായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തെ സ്നേഹവന്ദനത്തെ പറയുന്നു. ഈ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വേദഭാഗം വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. സമൂഹത്തിൽ വളരെയധികം കേൾക്കുന്നൊരു വാക്കാണ് സ്നേഹം എന്നുള്ളത്. അതെ, സ്നേഹം എന്ന വാക്കിന് വളരെ പ്രസക്തി ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ആത്മാർത്ഥമായിട്ട് ആ സ്നേഹം ലഭിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അത് നേടിയെടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്നത് കാണുവാൻ നമുക്ക് കഴിയുന്നു. എന്നാൽ യഥാർത്ഥമായ സ്നേഹം ആരുടേതാ? ആരാണ് നമ്മെ യഥാർത്ഥമായിട്ട് സ്നേഹിച്ചത്? അതൊന്ന് പരിചയപ്പെടുത്തുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. റോമാലേഖനം 8:37 ഇങ്ങനെ വായിക്കുന്നു: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മെ ആരാ സ്നേഹിച്ചത്? ഏതിലൊക്കെയാണ് നമ്മെ സ്നേഹിച്ചത്? 2 ചോദ്യം. നമ്മെ സ്നേഹിച്ചത് വാസ്തവമായിട്ട് ആരാ? എന്തിനു വേണ്ടി? അല്ലെ ഏതിലൊക്കെയാണ് നമ്മെ സ്നേഹിച്ചത്? റോമാലേഖനത്തിൽ പൗലോസ് പ്രതിപാദിക്കുന്നത് വിശ്വാസത്തുള്ള നീതീകരണം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. എന്നാൽ ഈ 8ാം അധ്യായത്തിൽ ഒരു വ്യക്തിയുടെ ജഡസ്വഭാവവും ആത്മസ്വഭാവവും എങ്ങനെയൊക്കെ വെളിപ്പെടുന്നുവെന്നും എന്നാൽ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ അതിൻ്റെ സവിശേഷത എന്താണെന്നൊക്കെ എടുത്തു പറഞ്ഞേക്കുന്നു. 8ാം അധ്യായത്തിൻ്റെ 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ പൗലോസ് ഉറപ്പിച്ചു പറയുന്നത് കഷ്ടതയുടെയും നിന്ദയുടെയും അപമാനത്തിൻ്റെയും നീണ്ട ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നീണ്ട ലിസ്റ്റ് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, തന്നെ സ്നേഹിച്ച യേശു ആരാണെന്നൊരു ഉത്തമ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് പൗലോസ് ഇതിനെയൊക്കെ അതിജീവിച്ചതായിട്ട് വ്യക്തമായിട്ട് പറയുകയാണ്. എങ്ങനെയാണ്? കാരണം അത് പറയാൻ പൗലോസിനെ കൊണ്ട് പറയുന്നത് ഒരേ സമയം ക്രിസ്തുവിൻ്റെ മാർഗത്തെ ക്രിസ്ത്യാനികളെയൊക്കെ ഉപദ്രവിക്കുവാൻ വേണ്ടി സമയം മാറ്റിവെച്ചവൻ, മഹാപുരോഹിതന്മാരുടെ അധികാരപത്രത്തെ വിലയേറിയതായിട്ട് കണ്ടുകൊണ്ട് അതുമായിട്ട് യാത്ര ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. മാത്രമല്ല തൻ്റെ വിദ്യാഭ്യാസം, തൻ്റെ കുലം, തൻ്റെ സമൂഹത്തിലുള്ള ശ്രേഷ്ഠതയും മാന്യതയും ഒക്കെ വലുതായിട്ട് ഒരു വലിയ കിരീടമായിട്ട് കണ്ടുകൊണ്ട് അതൊരു മാന്യതയായിട്ട് കണ്ടുകൊണ്ട് അങ്ങനത്തെ ചില മിഥ്യാധാരണകളിൽ സമയം ചിലവഴിച്ചു പോയ ഈ ശൗൽ എന്ന
പൗലോസിനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് യേശുവിൻ്റെ ദർശനവും സ്പർശനവും അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ, ദൈവസ്നേഹത്തിൻ്റെ ഊഷ്മളത മനസ്സിലാക്കിയപ്പോൾ, ഇതുവരെയുള്ള തൻ്റെ ജീവിത രീതിയെ മാറ്റിയെടുക്കുവാൻ ഒരു നിമിഷം മതിയായിരുന്നു. യേശുവിൻ്റെ സ്നേഹം തന്നിലേക്ക് പകരപ്പെട്ടപ്പോൾ താൻ ആളുമാറി വ്യക്തമായിട്ട് യേശുവിനെ വാസ്തവമായിട്ട് യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചതിനനുസരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുന്ന പൗലോസിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നുവെച്ചാൽ അത് മുഖാന്തരം പൗലോസ് പഠിച്ച ഏറ്റവും വലിയ ഗുണപാഠം എന്ന് പറയുന്നത്, തന്നെ സ്നേഹിച്ച യേശു മുഖാന്തരം എല്ലാ പരിശോധനകളെയും അതിജീവിക്കാൻ, എല്ലാ പ്രലോഭനങ്ങളെയും ജയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയുമെന്നുള്ളതാണ്. ഇനിയും ഈ പൗലോസ് ദർശിച്ച ക്രിസ്തു ആരായിരുന്നു? രണ്ടു ഭാഗത്തിൽ. ഒന്ന്, സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ കൈക്കൊണ്ടില്ല. രണ്ടാമത്തെ കാര്യം, സ്വന്തമായിട്ട് ഒന്നും സമ്പാദിക്കാത്തതായ യേശു. മൂന്നാമത്, കൂടെ നടന്ന് എല്ലാവർക്കും ആഹാരം, രോഗസൗഖ്യം, സ്നേഹം, കരുതലെല്ലാം നൽകിയവൻ. പിതാവായ ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുക എന്ന വിലയേറിയ ലക്ഷ്യത്തോടുകൂടെ മുൻപോട്ട് യാത്ര ചെയ്തവൻ. ആ പൂർത്തീകരണത്തിന് മുൻപിൽ വന്ന തടസ്സങ്ങളെ ഒന്നും വലുതായിട്ട് കാണാതെ എല്ലാ പ്രതികൂലങ്ങളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അതിജീവിച്ച യേശുക്രിസ്തുവിൻ്റെ സ്നേഹം. അതെ, ഒറ്റിക്കൊടുത്തവനെ സ്നേഹിത എന്നും ആർത്ത് വിളിച്ചുകൊണ്ട് ക്രൂശിക്ക എന്ന് പറഞ്ഞ സമൂഹത്തെ നോക്കിയിട്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നും പറഞ്ഞതാകുന്ന യേശുവിൻ്റെ സ്നേഹം. അപ്പോൾ തന്നെ ഒരു കാര്യം മറന്നു പോകരുത്. യേശുവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞ് നമ്മെ എങ്ങനെ യേശു സ്നേഹിച്ചത്? നാം ഈ ലോകത്തിൽ കാണുന്ന മനുഷ്യരെല്ലാം തന്നെ നമ്മിലുള്ള ചില യോഗ്യതകൾ കണ്ടുകൊണ്ട്, നമ്മിലെ ചില ശ്രേഷ്ഠതകൾ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് ലഭിക്കുമെന്നുണ്ടെങ്കിൽ നമ്മെ സ്നേഹിക്കുമ്പോൾ, യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചെങ്കിൽ നാം പാപികളായിരുന്നപ്പോൾ, അഭക്തരായിരുന്നപ്പോൾ, അതെ ശത്രുക്കളായിരുന്നപ്പോൾ, എടുത്തു പറയാൻ ഒരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോൾ യേശു നമ്മെ സ്നേഹിച്ചു. അത് മറന്നു പോകരുത്. യേശുവിൻ്റെ പ്രധാന കൽപ്പന തന്നെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അതുപോലെ ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യഥാർത്ഥ ദൈവസ്നേഹം എന്നിലും നിങ്ങളിലും പകരപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദൈവാത്മാവ് പറയുന്നത്, നമ്മെ സ്നേഹിച്ച യേശു നമ്മുടെ സമീപമുണ്ട്. അതെ, അവൻ മുഖാന്തരം നാം അഭിമുഖീകരിക്കുന്ന എല്ലാറ്റെയും നമുക്ക് ജയിക്കുവാൻ കഴിയും. കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ലെന്ന് ഭക്തനായ ദൈവദാസൻ ഉറച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ പരിശോധനകളെയെല്ലാം അതിജീവിക്കുവാൻ നമുക്കൊരു ഉറപ്പ് നൽകുന്നത് ഈ യേശുവിൻ്റെ സ്നേഹമാണ്. അത് നമ്മെ നിർബന്ധിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. മറ്റാരെ മാതൃകയാക്കാനല്ല യേശു കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിപ്പിൻ എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ക്രൂശിലെ ആ സ്നേഹം എത്ര ശ്രേഷ്ഠമാണ്! അത് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ സാർവത്രികവും നിബന്ധനകൾക്ക് അതീതവും പരിമിതികളില്ലാത്തതുമായ ദൈവസ്നേഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കുരിശിൻ്റെ നെറുകയിലാണ്. അതെ, ഒരു നിബന്ധനയും വെച്ചിട്ടില്ല നമ്മളെ സ്നേഹിക്കുന്നതിന് വേണ്ടി. അതെ, തന്നെത്താൻ സ്വയം താഴ്ത്തിയ നിമിഷത്തിലും പിതാവായ ദൈവം പുത്രനെ ഉപേക്ഷിച്ചു എന്ന് ലോകം കരുതിയ ആ നിമിഷത്തിൽ പോലും ദൈവപുത്രൻ തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയെ ലോകത്തിനു വേണ്ടി കാണിച്ചു കൊടുത്തു. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും അവിടുന്ന് സഹിച്ച വേദനകളുടെയും നിമിഷങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. കൊരിന്ത്യർ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുന്ന, സ്നേഹമില്ലെങ്കിൽ എല്ലാം ശൂന്യമായെന്ന്. മലകളെ നീക്കാനുള്ള വിശ്വാസമുണ്ടെങ്കിലേ എങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. നമ്മുടെ ശരീരം ചുടുവാനേൽപ്പിച്ചാൽ, എല്ലാം അന്നദാനം ചെയ്താൽ, എല്ലാം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ എല്ലാം ശൂന്യമാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ ആഴവും അവിടെ തന്നെ പറയുന്നുണ്ട്. സ്നേഹം ദോഷം കണക്കിടുന്നില്ല, ദീർഘമായി ക്ഷമിക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. അങ്ങനെയുള്ള ഒരു ദൈവസ്നേഹം എന്നിലും നിങ്ങളിലും പകരപ്പെട്ടിട്ടുണ്ടോ? എന്താ ദൈവത്തിൻ്റെ സ്നേഹം? ക്രൂശിൽ നമ്മുടെ ഒരു യോഗ്യതയും കാണാതെ നമ്മെ ആഴത്തിൽ സ്നേഹിച്ചിട്ട് ആ മാതൃക നമുക്ക് വരച്ചു തന്നിട്ട് നമ്മളോടൊന്നേ ആവശ്യപ്പെടുന്നുള്ളൂ, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ. ഇന്ന് സ്നേഹത്തിനു വേണ്ടി അലഞ്ഞു നടക്കുന്ന അനേക മനുഷ്യരെ, കുടുംബങ്ങൾ തമ്മിൽ സ്നേഹമില്ലാതെ, അതെ മാതാപിതാക്കൾ തമ്മിൽ, കുഞ്ഞുങ്ങൾ തമ്മിൽ ആരോടും ആ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്നേഹമില്ലാതെ പോകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്നിലേക്കും നിങ്ങളിലേക്കും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം പകരപ്പെട്ടിട്ടില്ല. അതുകൊണ്ടല്ലേ? രണ്ടു കാര്യം വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം. ഒന്ന്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് മാനുഷ്യ
മാനുഷിക പരിമിതികൾക്ക് അതീതമായ സ്നേഹമാണ്. രണ്ടാമത് യേശുവിൻ്റെ സ്നേഹം എന്നത് പ്രത്യാശയുടെ ചക്രവാളത്തെ തുറക്കുന്ന യേശുവിൻ്റെ സ്നേഹം. എനിക്ക് നിങ്ങൾക്കും ഒരു വലിയ പ്രത്യാശ നൽകുന്നതാണ് യേശുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. പ്രതീക്ഷയില്ലാതെ അലഞ്ഞു നടന്ന് അനേകരെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ വരുത്തിയതുപോലെ കുരുടൻ്റെ കണ്ണു തുറന്നും ദരിദ്രർക്ക് അവരെ ചേർത്ത് പിടിച്ചും ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുത്തും തന്നോടുകൂടെ നടന്നവർക്കൊക്കെ മനസ്സലിവ് കാണിച്ച ആ യേശുവിൻ്റെ സ്നേഹം അവരെ ജീവിക്കുവാൻ പ്രേരിപ്പിച്ചുവെങ്കിൽ നമ്മുടെ മനോഭാവം എങ്ങനെയിരിക്കുന്നു? സഹജീവികളോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയിരിക്കുന്നു? നമുക്ക് ദിവസങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ ഇടയട്ടെ. ഒരു കാര്യം ചോദിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നമുക്ക് നമ്മളോട് തന്നെ ചോദ്യം ചോദിച്ച് ഹൃദയത്തിൽ ഉത്തരം കണ്ടെത്തണം. ഞാൻ എൻ്റെ ശത്രുക്കളെ സ്നേഹിക്കാൻ പ്രാപ്തനാണോ? നമുക്ക് ചുറ്റുമുള്ള ജനങ്ങൾ അവർ എനിക്ക് ശത്രുക്കളാണോ അതോ ഞാനുമായി യോജിക്കുന്നവരാണോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും അതെ അവരെ സ്നേഹിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എന്നെ വേദനിപ്പിക്കുന്നവരെ, എന്നെ അധിക്ഷേപിക്കുകയും അതെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ എനിക്ക് ക്ഷമിക്കുവാൻ, അവരോട് ക്ഷമിക്കുവാനും ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആഴത്തിൽ അവരോട് ഇടപെടുവാനും കഴിയുന്നു. നമ്മുടെ ഹൃദയത്തിൽ നമ്മളോട് തന്നെ ചോദിക്കാം, മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയിരിക്കുന്നു? ഇല്ലെങ്കിൽ നമുക്ക് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുവാൻ, അതെ ശത്രുക്കളെ സ്നേഹിപ്പാൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, വിശ്വസ്തരായിട്ട് മുൻപോട്ട് പോകാൻ അല്ല, ജീവിതത്തിൽ വരുന്ന എല്ലാ പരിശോധനകളുടെ നടുവിലും നമ്മെ സ്നേഹിച്ച യേശു മുഖാന്തരം ജയം പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും ഒരു പ്രാവശ്യം കൂടെ പറയുന്നു, ഇന്ന് നീ കടന്നു പോകുന്ന പ്രശ്നത്തെ നോക്കിയിട്ട് എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ, അല്ല ഞാൻ എങ്ങനെ മുൻപോട്ട് അടുത്ത നിമിഷം ജീവിക്കുമെന്ന് പ്രത്യാശയില്ലാത്തവരെ പോലെ പറയുന്നുവെങ്കിൽ പറയുന്നു, നമ്മെ സ്നേഹിച്ച യേശു മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ. ഒന്നാമത്തെ കാര്യം, നമ്മെ സ്നേഹിച്ചതാര്? ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മെ സ്നേഹിച്ച യേശു കർത്താവ്. എന്തിനു വേണ്ടി? എല്ലാറ്റിൻ്റെയും നടുവിൽ നമ്മെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ അന്യോന്യം സ്നേഹിപ്പാൻ നമ്മുടെ പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട്. ഒരു പ്രാവശ്യം കൂടെ നമ്മെ സ്നേഹിച്ച യേശു മുഖാന്തരം എല്ലാറ്റിലും ജയം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ സർവശക്തനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, പിന്ന കാണാതെ കാക്കണമേ. എന്നെ ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. യേശുവേ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. യേശുവേ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ.
പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താലിൽ നിന്നും എന്നെ പൊതിഞ്ഞിടുമോ. കയ്യെത്താ ദൂരത്തിൻ സ്വപ്നങ്ങൾ നിൽക്കുമ്പോൾ വാങ്ങിത്തരാൻ വരുമോ. കല്ലേറ് ദൂരെ ഞാൻ രക്തം വിയർക്കുമ്പോൾ മാലാഖമാർ വരുമോ. ചിരിക്കാൻ കാരണം ചെയ്യുമ്പോൾ, ജീവിക്കാൻ കാരണം തീരയുമ്പോൾ, തോളത്ത് മയങ്ങിയോർ മറക്കുമ്പോൾ, തോലിയോരെയുമ്പോൾ പറിക്കുമ്പോൾ, നിൻ ചിരിക്കും മുഖവും വിരിച്ചു കരവും മറക്കാൻ പറഞ്ഞുവില്ല. രക്തം വിയർത്ത മുഖവും മുറിഞ്ഞു ശിരസും ക്ഷമിപ്പാൻ പറഞ്ഞുവില്ല. ക്രൂശിതനേ, ഉത്ഥിതനേ, മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. യേശു നിൻ ഹൃദയത്തിനുള്ളിൽ, യേശു നിൻ വിലങ്കിക്കുള്ളിൽ, യേശു നിൻ ഹൃദയത്തിനുള്ളിൽ, യേശു നിൻ വിലങ്കിക്കുള്ളിൽ. യേശുവേ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. യേശുവേ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ആ ആ Praise the Lord. I am Ethania and Samuel. I am going to recite Psalms 119, New King James Version. Blessed are the undefiled in the way, who walk in the law of the Lord. Blessed are those who keep his testimony, who seek him with the whole heart. They also do no iniquity, they walk in his ways. He hath commanded us to keep your precepts diligently. O that my ways are directed to keep your statutes, then I would not be ashamed when I look in the commandments. I'll praise you with uprightness of heart when I learn your righteous judgments. I'll keep your statutes, so do not forsake me utterly. How can a young man cleanse his way? By taking it according to your word. With my whole heart I have sought you, let me not wander from your commandments. Your word I have hid in my heart, that I may not sin against you. Blessed are you, O Lord, and teach me your statutes. With my lips I have declared all the judgments of your mouth. I have rejoiced in the way of testimonies as much as in all riches. I will meditate on your precepts and contemplate your ways. I delight myself in your statutes, I will not forget your word. Your word is very pure. Deal bountifully with the seven, that I may live and keep your word. Open my eyes that I may see wondrous things from your law. I am a stranger on the earth, do not hide your commandments from me. My soul breaks with longing for your judgments at all time. You rebuke the prodigals who stray from your commandments. Remove from me reproach or contempt, for I have kept your testimonies. Princes also sit and speak against me, but a servant meditates on your statutes. Your testimonies also are my delight and my counselors. My soul clings to your dust, revive me according to your word. I have declared my ways, and you answered me. Teach me your statutes. Make me understand the ways of your precepts, so shall I meditate on your wonderful works. My soul melts heaven, and strengthen me according to your word.
Remove from me the way of lying and grant me, O Lord, graciously. I have chosen the way of truth, your judgments I laid before me. I cling to your testimonies, O Lord, do not put me to shame. I will run the course of your commandments, for you shall enlarge my heart. Teach me all of the way of your statutes, and I shall keep it to the end. Give me understanding, and I shall keep your law. Indeed, I shall observe it with my whole heart. Make me walk in the path of your commandments, for I delight in it. Incline my heart to your testimonies, I know to covetousness. Turn away my eyes from looking over these things, revive me in your way. Establish your word to sound is devoted to fearing in you. Turn away my reproach, which I did, for your judgments are good. Behold, I long for your precepts. Revive me in your righteousness. Let your mercies come also to me, O Lord, is salvation according to your word. So shall I have an answer for him who reproaches me, for I trust in your word. And take not the word of truth utterly out of my mouth, for I have hoped in your ordinances. So shall I keep your love continually forever and ever. And I will walk at liberty, for I seek your precepts. I will speak of your testimonies also before kings, and will not be ashamed. And I will delight myself in your commandments which I love. My hands also have lifted up to your commandments which I love, and meditate on your statutes. Remember the word to your servant upon which you have caused me to hope. This is my comfort in my affliction, for your word has given me life. The proud have me in great derision, and I do not turn aside from your law. I remembered your judgments of all, O Lord, and have comforted myself. Indignation has taken all of me because of the good of forsake your law. Your statutes have been my song and thus of my pilgrimage. I remember your name in the night, O Lord, I keep your law. This has been mine because I kept your precepts. You are my portion, O Lord, I have said that I would keep your word. I entreated your favor with my whole heart. Be merciful to me according to your word. I thought about my ways and turned my feet to your testimonies. I made haste and did not delay to keep your commandments. The cords of the wicked are bound me, but I have not forgotten your law. At midnight I rise to give thanks to you because of your righteous judgments. I am a companion of all who fear you and of those who keep your precepts. The earth always is full of your mercy. Teach me your statutes. You have dealt well with the servant according to your word. Teach me good judgments and knowledge, for I believe your commandments. Before I was afflicted, I went astray, but now I keep your word. You are good and do good. Teach me your statutes. The proud have fought your lie against me, but I will keep your precepts with my whole heart. Their heart is as fat as grease, but I delight in your law. It is good for me that I have been afflicted, that I may learn your statutes. For the law of your mouth is better to me than thousands of shekels gold and silver. Your hands have made me and have fashioned me. Give me understanding that I may learn your commandments. Those who fear you will be glad when they see me, because I have hoped in your word. I know all your judgments are right, and that in faithfulness you afflicted me. Let I pray your merciful kindness be for my comfort, according to your word to your servant. Let your tender mercies come to me, that I may live, for your law is my delight. Let the proud be ashamed, for they treated me wrongfully with falsehood, but I will meditate on your precepts. Let those who fear you turn to me, those who know your testimonies. Let my heart be blameless regarding your statutes, that I may not be ashamed. My soul faints for his salvation, but I hope in your word. My eyes were from seeking your word, saying, when will you comfort me? For I have become like a wineskin in smoke, yet I do not forget your statutes. How many are the days of a servant? When will you execute judgments on those who persecute me? The proud are dug pits for me, which is not according to your law. All your commandments are faithful. They persecute me wrongfully. Help me. They almost made an end of me on earth, but I did not forsake your precepts. Revive me according to your loving kindness, so that I may keep the testimonies of your mouth forever. O Lord, your word is settled in heaven. Your faithfulness endures to all generations. You establish the earth in rabbits. They continue this day according to your ordinances for all your servants. Unless your law have been my delight, I will then have perished in my affliction. I will never forget your precepts, for by them you have given me life. I am yours, save me, for I sought your precepts. The wicked waits for me to destroy me, but I will consider your testimonies. I have seen the consummation of all perfection, but your commandment is exceedingly broad. Oh, how I love your law! It is my meditation all the day. You, through your commandments, make me wiser than my enemies, for they are ever with me. For they are with me. I have more understanding than all my teachers, for your testimonies are my meditation. I understand more than the ancients, because I keep your precepts. I have restrained my foot from every evil way, that I may keep your word. I have not departed from my judgments, for you yourself have taught me. How sweet your words to my taste, sweeter than honey to my mouth. Through your precepts I get understanding, therefore I hate every false way. Your word is a lamp to my feet and light to my path. I have sworn and comfort that I will keep your righteous judgments. I am afflicted very much. Revive me, O Lord, according to your word.
Accept, I pray, the free will offering of my mouth, O Lord, and teach me your judgments. My life is continually in my hand, yet I do not forget your law. The wicked have laid a snare for me, yet I have not strayed from your precepts. Your testimonies I have taken as a heritage forever, for they are rejoicing of my heart. I have inclined my heart to perform your statutes forever to the very end. I hate the reminder, but I love your law. You are my hiding place and my shield. I hope in your word. Depart from me, evildoers, for I will keep the commandments of my God. Uphold me according to your word, that I may live for your. And do not let me be ashamed of my hope. Hold me up, and I be and that I might be. Hold me up, and I shall be safe, and I shall observe your statutes continually. You reject all those who stray from your statutes, for the deceit is falsehood. You put away all the wicked of the earth like dross. Therefore, I love your testimonies. I have not. My flesh trembles for fear of you, and I am afraid of your judgments. I have done justice and righteousness. Do not leave me to my oppressors. Be surety for serve for good. Do not let the proud oppress me. My eyes were from seeking your salvation and a righteous word. Deal with the servant according to your mercy and teach me your statutes. I am your servant. Give me understanding that I may know your testimonies. It is time for you to act, O Lord, for they have regarded your law as wide. Therefore, I love your commandments more than gold, yes, than fine gold. Therefore, all your precepts concerning all things I consider to be right. I hate every false way. Your testimonies are wonderful, therefore my soul keeps them. The entrance of your word gives light, it gives understanding to the simple. I open my mouth and bend it, for I long for your commandments. Look upon me, be merciful to me, as your custom is towards those who love your name. Direct my steps by word, and let no iniquity or dominion over me. Redeem me from the oppression of man, that I may keep your precepts. Make your face shine upon his heaven, and teach me your statutes. Rivers of water run down from eyes, because man do not keep your law. Righteous are you, O Lord, and upright are your judgments. Your testimonies which you have commanded are righteous and very faithful. My zeal has consumed me, because my enemies have forgotten your word. Your word is very pure, therefore your servant loves it. I am small and despised, yet I do not forget your precepts. Your righteousness is an everlasting righteousness, and your law is truth. Trouble and anguish shall overtake me, yet your commandments are my delight. The righteousness of your testimony is everlasting. Give me understanding, and I shall live. I cried with my whole heart, hear me, O Lord, and I will keep your statutes. I cried to you, save me, and I will keep your testimonies. Arise before the dawning of the morning and cry for help. I hope in your word. My eyes are awake through the night watches, that I may meditate on your word. Hear my voice according to your loving kindness. O Lord, revive me according to your justice. They draw near who fall after wickedness, they are far from your law. You are near, O Lord, and all your commandments are true. Concerning your testimonies I have known of old, that you have founded them forever. Consider my afflictions and deliver me, for I do not forget your law. Plead my cause and redeem me, revive me according to your word. Salvation is far from the wicked, for they do not seek your statutes. Great are your tender mercies, O Lord. O Lord, revive me according to your judgments. Many are my persecutors and my enemies, yet I do not turn from your testimonies. I see the treacherous, and I am disgusted, because they do not keep your law. Consider well of your precepts. O Lord, revive me according to your loving kindness. The entirety of your word gives truth, and every one of your righteous judgments endures forever. Princes sit and speak. Princes persecute me without a cause, but my heart stands in awe of your word. I rejoice at your word as one who finds great treasures. I hate an upper lying, but I hate the upper lying, and I love your law. 7 times a day I praise you, because of your righteous judgments. Great peace have those who love your law, and nothing causes them to stumble. Lord, I hope for a salvation, and I do your commandments. My soul keeps your precepts, and I love them exceedingly. I see your precepts, and my soul. I keep your precepts and your testimonies, for all my ways are before you. I let my cry come before you, O Lord. Give me understanding according to your word. Let my supplications come before you. Deliver me according to your word. My lips shall utter praise for you. Teach me your statutes. My tongue shall speak of your word, for all your commandments are righteousness. Let your hand become my help, for I have chosen your precepts. I long for a salvation, O Lord, and your law is my delight. Let my soul even shall praise, and let your judgments help me. I have gone astray like a lost sheep. Seek your servant, for I do not forget your commandments. Thank you. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.
ഇതുപോലുള്ള സന്ദർഭത്തിൽ കർത്താവ് ഒന്നിച്ച് നിൽക്കി തന്ന സാവകാശത്തിനായി സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയ മാളു, ഞങ്ങൾ ഓമനപ്പേരിൽ വിളിക്കുന്ന മാളു 119-ാം സങ്കീർത്തനം മുഴുവൻ കാണാതെ പറയുവാൻ സ്വർഗം അവളെ സഹായിച്ചു. അധികം ദിവസങ്ങളൊന്നും എടുത്തില്ല കാണാതെ പറയുവാൻ, പെട്ടെന്ന് കാണാതെ പഠിപ്പാൻ സ്വർഗം കൃപ ചെയ്തു. ഇന്ന് ഞങ്ങളുടെയൊക്കെ മുമ്പാകെ അത് റിവൈസ് ചെയ്യുവാനും അത് മെമ്മറിയിൽ നിന്ന് പറയുവാനും കർത്താവ് കൃപ കൊടുത്തതോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രിയ മകളെ അനുഗ്രഹിക്കട്ടെ. ആ വായിച്ച വചനം പോലെ തന്നെ കർത്താവ് ആഴമായി പ്രിയമകളെ സഹായിക്കുകയും ദൈവനാമത്തിന് മഹത്വമായി പ്രിയ മാളു തീരുവാൻ, അതിലുപരി ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി പ്രിയമകളെ കർത്താവ് ഉപയോഗിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മാളുവിനെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇങ്ങനെ നല്ല സന്ദർഭം ഇവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ നമ്മളെല്ലാവരും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ ആൻ സാമുവൽ, അവൾ ഇന്ന് സന്ധ്യാസമയം ഈ ചർച്ച് ഹോളിൽ വന്ന് ഈ 119-ാം സങ്കീർത്തനം മനഃപാഠമായി പറവാൻ തക്കോണം കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു. 176 വാക്യങ്ങൾ അവൾ ഒരു തെറ്റും കൂടാതെ വളരെ സ്ഫുടമായി വ്യക്തമായി വളരെ വേഗത്തിൽ തന്നെ പറവാൻ കർത്താവ് അവളെ സഹായിച്ചു. അവൾ ലോക്ക്ഡൗൺ ടൈമിൽ അവിടെ നിന്ന് പഠിച്ചത് ഏറ്റവും നന്നായി തീരുവാൻ തക്കോണം കർത്താവ് സഹായിച്ചതിനാലെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷ ഒരു സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു വിശേഷ പൈലിനെക്കുറിച്ച്. ഐ റിയലി പ്രൗഡ് ഓഫ് ഹെർ. കർത്താവ് അവളെ കൊടുത്ത ആ ഡെഡിക്കേഷനും അവിടെ അതിനു വേണ്ടി വേറിച്ച സമയങ്ങളും ദൈവസ്ഥയിരുന്ന് അവിടെ പഠിച്ച വാക്യങ്ങളെല്ലാം അവളുടെ ജീവിതത്തിൽ അത് മനഃപാഠമാക്കുകയും കർത്താവ് സഹായിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അവൾ അനേകം നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയായി തീരത്തക്കണം കർത്താവ് അതിനെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് മുഖാന്തരം നമ്മുടെ സൺഡേ സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങളും ഇതുപോലെ ഒരു വലിയ വലിയ അധ്യായങ്ങൾ പഠിപ്പാനോ അല്ലെങ്കിൽ ലേഖനം മനഃപാഠമാക്കുവാനും കർത്താവ് ഇടയാക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ സൺഡേ സ്കൂളിൽ ഈ ലോക്ക്ഡൗൺ മുമ്പായി നമ്മൾ പറഞ്ഞ വിഷയമാണ് 119-ാം സങ്കീർത്തനം. സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണമെന്നും പൈൽ അവൾ അതിനു വേണ്ടിയുള്ള ആ ധൈര്യം കാണിക്കുകയും അതിന് ശ്രമിക്കുകയും ചെയ്തു. അതിന് നന്നായി പറവാൻ തക്കണം കർത്താവ് സഹായിച്ചു. അവൾ പറഞ്ഞു വാക്യത്തിൽ പറയുന്ന പോലെ ദൈവത്തിൻ്റെ വയനൻ്റെ കാലിൽ ദൈവത്തിൻ്റെ പാതയ്ക്ക് പ്രകാശമായി തീരട്ടെ. അവളുടെ ഭാവി ജീവിതത്തിൽ ദൈവത്തിൻ്റെ വയനകൾക്ക് പ്രകാശമായി പാതയ്ക്ക് ദൈവമായി അവളെ നയിക്കുമാറായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിലെ ഒരു ഹെഡ് മാസ്റ്ററിന് എല്ലാവിധമായ ആശംസകളും എല്ലാവിധമായ കൺഗ്രാജുലേഷനും ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. The
അനുഗ്രഹീതമായ ദൈവവചനവും ഗാനങ്ങളും സങ്കീർത്തനവുമെല്ലാം കേൾക്കുവാൻ ദൈവം സഹായിച്ചു. അതിനായി സഹോദരിമാരെ ദൈവം ഉപയോഗിച്ചല്ലോ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് പരിപാടികൾ അവതരിപ്പിച്ച എല്ലാവരെയും കർത്താവെ അവിടുന്ന് ഇനിയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രോഗ്രാം ശ്രവിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഹലോ ഹോപ്പ് ടീമിനെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണം കർത്താവെ. അവരുടെ പ്രവർത്തനങ്ങളെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.